ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് നാരായണീയം ദശകം 15 ശ്ലോകം 3. പ്രകൃതിഗത ഗുണൈകൈർനാച്യതേ പൂരുഷോയം യദിതു ഭജതി തസ്യാം തദ്ഗുണാസ്തം ഭജേരൻ മദനുഭജന തത്വാലോചനൈ സാപ്യപേയാത് കപിലതനുരിതിത്വം ദേവഹൂത്യേന ഗാദീഃ. പ്രകൃതിഗത ഗുണൈകൈഹി ന ആജ്യതേ പൂരുഷഃ അയം യദിതു സജതി തസ്യാം തദ്ഗുണാസ്തം ഭജേരൻ മദനുഭജന തത്വാലോചനൈഹി സാപ്യപേയാത് കപിലതനുരിതിത്വം ദേവഹൂത്യേന ഗാദി. അയം പൂരുഷഃ, ഈ പുരുഷനിൽ, അതായത് ജീവനിൽ, പ്രകൃതിഗത ഗുണൈകൈഹി, പ്രകൃതിയുടെ ജനന മരണാദി ധർമ്മങ്ങളൊന്നും ഇഴുകിപ്പിടിക്കുന്നില്ല. നജ്യതേ, ഇഴുകിപ്പിടിക്കുന്നില്ല. തസ്യാം, ആ പ്രകൃതിയുടെ നേർക്ക്, യദിതു സജതി തൽഗുണാഹ തം ഭജേരൻ, ആ പ്രകൃതിയുടെ നേർക്ക് പുരുഷൻ ആസക്തി കാണിക്കുന്നുവെങ്കിലോ പ്രകൃതി ധർമ്മങ്ങൾ ആ പുരുഷനെ പ്രാപിച്ചേക്കും. അതായത് പ്രകൃതിയുടെ ജനനമരണാദി ധർമ്മങ്ങളൊന്നും പുരുഷനിൽ അല്ലെങ്കിൽ ജീവനിൽ ഇഴുകി പിടിക്കുന്നില്ല. പക്ഷേ ആ പുരുഷൻ ഈ പ്രകൃതിയുടെ നേർക്ക് ആസക്തി കാണിക്കണമെങ്കിൽ പ്രകൃതി ധർമ്മങ്ങൾ ആ പുരുഷനെ പ്രാപിച്ചേക്കും. മദനു ഭജന തത്വാലോചനേഹി, എന്നെ ഭജിക്കുക, എൻ്റെ തത്വം ആലോചിച്ചറിയുക. സ അഭി അപേയാത്, എന്നിവ കൊണ്ട് ആ പ്രകൃതിയും ഒഴിഞ്ഞു മാറും. ഇവിടെ കപില മഹർഷി ഭഗവാനും താനും ഒന്നാണ് എന്നുള്ള ഭാവനയിൽ ഭഗവാൻ എന്ന് പറയേണ്ടുന്ന സന്ദർഭങ്ങളിലെല്ലാം കപില ഭഗവാൻ പറയുന്നത് ഞാൻ എന്നാണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നെ ഭജിക്കുക, എൻ്റെ തത്വം ആലോചിച്ചറിയുക എന്നിവ കൊണ്ട് ആ പ്രകൃതിയും ഒഴിഞ്ഞു മാറും. ഇതി കപിലതനുഹൂത്വം ദേവഹൂതിയെ നഗാതി, ഇപ്രകാരം കപിലസ്വരൂപനായ നെന്തിരുവടി ദേവഹൂതിയോട് അരുളി ചെയ്തു. 25-ാമതായിട്ട് പറഞ്ഞ പുരുഷന് പ്രകൃതിക്കുള്ള തത്വരജസ്തമോ ഗുണങ്ങളോ ജനനമരണങ്ങളോ സുഖദുഃഖാദികളോ ആയ ധർമ്മങ്ങളോ ഒന്നുമില്ല. പ്രകൃതിയിൽ ആസക്തി ഉണ്ട് എന്ന് വന്നാൽ ഭ്രമം മൂലം പ്രകൃതി ധർമ്മങ്ങളെല്ലാം തൻ്റെ ധർമ്മങ്ങളാണെന്ന് പുരുഷന് തോന്നും. ഈശ്വരവചനം കൊണ്ടും പ്രകൃതി തത്വങ്ങളിൽ നിന്ന് പൃഥഗ്ഭൂതനാണ് പുരുഷൻ എന്നുള്ള വിവേകം കൊണ്ടും പ്രകൃതി അല്ലെങ്കിൽ മായ പുരുഷനെ വിട്ടുമാറുന്നു. പുരുഷൻ പ്രകൃതിയെ അങ്ങോട്ട് പിടിച്ചാൽ പ്രകൃതി പുരുഷനെ ഇങ്ങോട്ടും പിടിക്കും. അങ്ങോട്ട് ആസക്തി കാണിച്ചില്ലെങ്കിൽ ഈശ്വരനിൽ മാത്രമേ ആസക്തി കാണിച്ചുള്ളൂ എങ്കിൽ പ്രകൃതി ബന്ധം വേർപെടും എന്ന് അർത്ഥം. ഇത് ഭാഗവതം 3-ാം സ്കന്ധത്തിലെ 27-ാമത്തെ അധ്യായം, 1-ാമത്തെ ശ്ലോകം 25, 2-ാമത്തെ ശ്ലോകം 26, 3-ാമത്തെ ശ്ലോകം 27-ാം അധ്യായത്തിൻ്റെ സംഗ്രഹം. ഭഗവാനും താനും ഒന്നെന്നുള്ള ഭാവനയിൽ ഭഗവാൻ എന്ന് പറയേണ്ടുന്ന സന്ദർഭങ്ങളിലൊക്കെ കപില ഭഗവാൻ ഞാൻ എന്നാണ് പറഞ്ഞു കാണുക.